ഹോണറിൻ്റെ ഹോണർ 100 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വിലയെ പറ്റിയിട്ടുള്ള ന്യൂസുകളും പുറത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ 100 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. മുമ്പ് ഇന്ത്യൻ മാർക്കറ്റിൽ ഹോണർ 90 എന്നുള്ള സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സക്സസറായിട്ടായിരിക്കും ഹോണർ 100 എന്നുള്ള സ്മാർട്ട് ഫോൺ വരിക. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ 6.78 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വന്നേക്കാം. 1.5K റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഫുൾ HD റെസൊല്യൂഷനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. OLED പാനലും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. എടുത്തു പറയേണ്ട ഒരു കാര്യം, കേർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. അതായത് 4 സൈഡിലും കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരും. പിന്നെ പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഈ ഹോണർ 100ൽ സിംഗിൾ പഞ്ചോളായിരിക്കും വരിക. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് 2600 നിറ്റ്സ് വരെ വരുന്നതായിരിക്കും. 3840 Hz PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ പുതുതായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സറിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറായിരിക്കും ഹോണർ 90 എന്നുള്ള സ്മാർട്ട് ഫോണിൽ ആ ഒരു പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് ഒരു അപ്ഡേറ്റ് ആയിരിക്കും ഇതിൽ വരുന്ന ഈ ഒരു പ്രോസസ്സർ. പിന്നെ ഹോണർ 90യുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോണിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ വന്നിട്ടില്ല. മിക്കവാറും ഈ ഒരു ഫോണിലും അതുപോലൊക്കെ തന്നെയായിരിക്കും കാര്യങ്ങൾ. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലും വന്നേക്കാം. 16 GB റാമും 256 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 16 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വന്നേക്കാം. NFC എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ IR ബ്ലാസ്റ്ററിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതായത് ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയേണ്ടതാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരും. Android 14 ബേസ് ആയിട്ടുള്ള മാജിക് OS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇത് സോണി IMX 906ൻ്റെ സെൻസർ ആയിരിക്കും. പിന്നെ OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നേക്കാം. രണ്ടാമത് 12 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 50 MP സോണി IMX 816ൻ്റെ ഒരു സെൽഫി ക്യാമറയും വന്നേക്കാം. ഫ്രണ്ടിൽ 50 MP സോണി IMX 816ൻ്റെ ഒരു സെൽഫി ക്യാമറയും വന്നേക്കാം. ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5450 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടായിരിക്കും വരിക. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ November 23 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ ഒരു ദിവസം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ പിന്നീട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. പക്ഷേ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് വില 2799 യുവാൻ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് 32,600 രൂപ പ്രൈസ് റേഞ്ചിൽ. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോസസ്സർ ഈ ഫോണിൽ വന്നോളണം എന്നില്ല. അപ്പം ഹോണർ 90 എന്നുള്ള സ്മാർട്ട് ഫോണിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു കാര്യങ്ങൾ. ആ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള പ്രോസസ്സർ വന്നിട്ടില്ല. ബാക്കി ഫീച്ചേഴ്സ് വലിയ തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സൊക്കെ തന്നെയായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ ഈ ഫോണിൻ്റെ വില കുറച്ചും കൂടിയൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം ഒരു 35,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എത്തിയേക്കാം. ചിലപ്പം അതിലും കൂടാനും ചാൻസ് ഉണ്ട്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഹോണറിൻ്റെ ഹോണർ 100 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഈ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളേത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.